ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ ഇമേജ് സ്കാനേഴ്സിനെ കുറിച്ചാണ്. ഇമേജ് സ്കാനേഴ്സിന് എക്സാമ്പിളാണ് ഡ്രം സ്കാനേഴ്സ്, ഫ്ലാറ്റ് ബെഡ് സ്കാനർ ആൻഡ് ഹാൻഡ് സ്കാനർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ സ്കാനേഴ്സിനെ കുറിച്ചാണ്. ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ്. Optical scanners, the technique used in optical scanners for the recognition of marks or characters involves a light source and light sensors. These devices are capable of interpreting hand-made marks and characters, machine-printed characters, and special barcodes. The common optical scanner devices are optical mark reader (OMR), optical character reader (OCR), and barcode reader. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള മാർക്ക്, അടയാളങ്ങൾ, ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടേഴ്സ്, അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കാനറാണ്. ഇത് ലൈറ്റ് സോഴ്സും ലൈറ്റ് സെൻസേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാർക്സ് ആൻഡ് ക്യാരക്ടേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ഹാൻഡ് മെയ്ഡ് മാർക്ക്, നമ്മുടെ കൈകൊണ്ട് നമ്മൾ പെൻസിൽ കൊണ്ടോ പെന്ന് കൊണ്ടോ ഒക്കെ മാർക്ക് ചെയ്യുന്ന മാർക്സ്, പിന്നെ പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ മെഷീൻ പ്രിൻറ്റഡ് ക്യാരക്ടേഴ്സ്, പിന്നെ ബാർകോഡ്സ്, അതൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് 3 തരത്തിലുള്ളത്. OMR ഉണ്ട്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, പിന്നെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR ഉണ്ട്, ദെൻ ബാർകോഡ് റീഡർ. അങ്ങനെ 3 ഒപ്റ്റിക്കൽ സ്കാനേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR എന്താണെന്ന് നമുക്ക് നോക്കാം. OMR, these scanners are capable of recognizing a pre-specified type of mark made by pencil or pen. In this method, special pre-printed forms are designed with boxes which can be marked with a dark pencil or ink. OMR devices are based on the principle that darkened portion of the paper transmits less light than the rest of it. The actual technique used by an OMR device for recognition of marks involves focusing a light on the page being scanned and detecting the reflector light pattern from the marks. Pencil marks made with a soft lead pencil will reflect the light. അപ്പം നമ്മുടെ OMR എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻസിനും ഉപയോഗിക്കുന്ന, എക്സാമിനേഷന് ആൻസർ ഷീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ്. പ്രത്യേക തരത്തിലൊരു പേപ്പർ ഇപ്പം നമ്മൾ എല്ലാ OMR ആണ് ഉപയോഗിക്കുന്നത്. ആ OMRൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റേൺ ഉണ്ടാവും. ഒന്നുകിൽ സർക്കിളായിരിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിനാണ് ഈ OMR ആൻസർ ഷീറ്റൊക്കെ അധികം യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സർക്കിളിൽ നമ്മൾ പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ പെന്ന് കൊണ്ട് ഡാർക്കൺ ചെയ്യും. അപ്പോൾ പെന്ന് കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഡാർക്കൺ ചെയ്യുമ്പോൾ ഈ ഒരു പേപ്പർ നമ്മൾ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ സ്കാനേഴ്സിലൂടെ കടത്തി വിടുമ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻസിലൂടെ ലെസ് ലൈറ്റ് മാത്രം റിഫ്ലക്റ്റ് ചെയ്ത് വരും. ആ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ലെസ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മീനിങ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മാർക്ക് ചെയ്യാത്ത ഭാഗത്ത് ലൈറ്റ് വളരെ ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് കടന്നു പോകും. ഓക്കെ, അപ്പോൾ പ്രീ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഫോംസാണ് ഉണ്ടാവുക. ഡിസൈൻഡ് വിത്ത് ബോക്സസ്, ഒന്നുകിൽ ബോക്സ് ആയിരിക്കും അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കും. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യും, ഡാർക്ക് പെൻസിൽ ഓർ ഇങ്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യും. പിന്നെ ഈ OMR ഡിവൈസസ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഡാർക്കൻ പോർഷൻ ഓഫ് ദ പേപ്പർ ട്രാൻസ്മിറ്റ്സ് ലെസ് ലൈറ്റ്. നമ്മളിപ്പോൾ ഡാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ കുറച്ച് ലൈറ്റ് മാത്രമേ കടത്തിവിടും. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഡാർക്കൻ ചെയ്യാത്ത ഭാഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡാർക്കൻ ചെയ്തിട്ടുള്ള ഭാഗം കുറച്ച് ലൈറ്റ് മാത്രമേ കടത്തിവിടും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് OMR മാർക്ക് റീഡർ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ OMR ഷീറ്റ് റീഡ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. നമ്മൾ ഒപ്റ്റിക്കൽ സ്കാനേഴ്സാണ്. ഒപ്റ്റിക്കൽ സ്കാനേഴ്സിൽ രണ്ടാമത്തത് വരുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR ആണ്. അപ്പോൾ ദീസ് സ്കാനർ devices are capable of detecting alphabet and numeric characters printed on paper. Some advanced versions can recognize handwritten characters also with low error rates. In case of handwritten characters, special care has to be taken to ensure that the characters are of the standard size. Lines making up the characters are connected and no stylish loops etc. are used. On the other hand, if the characters are typewritten, they must be typed using a special type of font called OCR font. OCR devices examine each character as it is were made up of a collection of minute spots or pixels. Once the whole character has been scanned, it is compared with the standard characters the machine has been programmed to recognize. Whichever pattern it matches or nearby matches is considered to be character read. If the scanned character does not match satisfactory with any of the fonts, it is rejected. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറഞ്ഞാൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് നമ്പേഴ്സ് ഒരു പ്രത്യേക രീതിയിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് OCR ഫോണ്ടിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൽഫബറ്റ്സ് അങ്ങനെ അതിനൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ സ്കാനേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ OCR ഡിവൈസസ് ക്യാൻ റെക്കഗ്നൈസ് ഹാൻഡ് റിട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് എഴുതുന്ന പല ലെറ്റേഴ്സും ക്യാരക്ടേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള OCR റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ എഴുതിയിരിക്കണം ഹാൻഡ് റിട്ടൺ. കാരണം ഓരോരുത്തരുടെയും ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാം റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ OCR ഡെവലപ്ഡ് ആയിട്ടില്ല. അഡ്വാൻസ്ഡ് വേർഷൻ ഹാൻഡ് റിട്ടൺ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ OCR ഫോണ്ടിൽ എഴുതിയിരിക്കണം. മീൻസ് OCRന് മനസ്സിലാണ്. കാരണം OCRൽ ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ലെറ്റേഴ്സ് ഉണ്ടാവുക, ഇങ്ങനെയാണ് നമ്പേഴ്സ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡ് കൊണ്ട് എഴുതുകയാണെങ്കിൽ അത് റീഡ് ചെയ്യും. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഈ വോയിസ് റെക്കഗ്നൈസേഷൻ പോലെ തന്നെയാണ്. നമ്മൾ ആ ഒരു പ്രത്യേക ടോണിൽ അവർക്ക് മനസ്സിലാകുന്ന ക്യാച്ച് ചെയ്യുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വോയിസ് റെക്കഗ്നൈസേഷൻ ഡിവൈസസ് അത് എന്ത് ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്യും. ചില സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാതെ കാണും. നിങ്ങളിപ്പോൾ ഗൂഗിളിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഗൂഗിൾ ടോക്ക് അതിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് അലക്സ അതിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മളെ വോയിസ് അതിന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് ഓൾറെഡി അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള വോയിസ് വരുമ്പോൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എന്ന് വെച്ചാൽ OCR ഫോണ്ടിൽ ഹാൻഡ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലുള്ള ലെറ്റേഴ്സ് നമ്പേഴ്സ് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ OCR എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക എന്താണ് പ്രിൻ്റഡ് ഫോമിലുള്ള ആൽഫബറ്റ് ന്യൂമറിക് ക്യാരക്ടേഴ്സ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഒപ്റ്റിക്കൽ ഡിവൈസാണ് നമ്മുടെ OCR എന്ന് പറയുന്നത്. ഓക്കെ.